പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹം വന്ദനത്തെ അറിയിക്കുന്ന അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്ന എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അല്ലെങ്കിൽ ഇതൊരു പൊതുവായ മെസ്സേജാണ്. ഇബ്രാഹിം വിശ്വാസികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് ആണെങ്കിൽ സകല ജനത്തോടും കൂടെയുള്ള ഒരു ദൂതാണ്. ഇവിടെ പൗലോസ് ഇബ്രാഹിം വിശ്വാസികൾക്ക് ഈ സന്ദേശം കൈമാറുമ്പോൾ യേശാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മെസ്സേജ് നമുക്ക് കൈമാറുന്നത്. അല്ലേരിയ, വിശ്വാസികൾക്കൊരു മുന്നറിയിപ്പാണ്, സകല ജനത്തിനൊരു മുന്നറിയിപ്പാണ്. അല്ലേരിയ, അപ്പൊ ഇവിടെ പറയുന്ന 3 കാര്യങ്ങൾ: എല്ലാവരോടും സമാധാനം ആചരിക്കണം. അല്ലേരിയ, ഭൂമിയിലുള്ള സകലത്തിനോട് സമാധാനം ആചരിക്കണം. 2, ശുദ്ധീകരണം പ്രാപിക്കണം. 3, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. ഇത് ദൈവവചനമാണ്, സത്യവചനമാണ്. ഇതിനെ തിരുത്തുവാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ, ആമേൻ. വീണ്ടും ദൈവവചനം വായിക്കുമ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ. ആ വചനം അവിടെ നിർത്തുകയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ ദൈവകൃപ വിട്ട് മാറരുത്. അല്ലെങ്കിൽ ആമേ വല്ല കയ്പുള്ള വേരും മുളച്ച് നമ്മൾ കലക്കം ഉണ്ടാക്കരുത്. ഒരു വൃക്ഷത്തിന്റെ വേരുകൾ ആഴത്തിലേക്ക് ആമേ വീശുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ പോകുന്ന പോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ കയ്പുള്ള വേരുകൾ അനവധി മുളയ്ക്കാം. അങ്ങനെ കയ്പുള്ള വേരുകൾ നമ്മുടെ ഉള്ളിൽ മുളയ്ക്കുമ്പോൾ നമ്മൾ ദൈവകൃപയിൽ നിന്ന് പിന്നോക്കം പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സമാധാനം ആചരിക്കാൻ കഴിയത്തില്ല, ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയില്ല, ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയില്ല. അല്ലേലൂയ, ജീവിതം എന്നൊക്കെ പറയുന്നത് അല്ലേലൂയ ഉയർച്ചയുടെ പടവുകൾ, ഉയർച്ചയുടെ പടികൾ ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ട് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അല്ലേലൂയ, നാം ഈ ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലൊരു ഈ സമാധാനം ആചരിക്കണം. ആദ്യം നമ്മുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അപ്പനും മക്കളും അമ്മായിയമ്മയും മരുമോളും ആമി കൂട്ടുകുടുംബം, അതുപോലെ സഹോദരങ്ങൾ എല്ലാം ഒത്തൊരുമിച്ച് ദേശവാസികൾ, അയൽവാസികൾ, നാം കടന്നു പോകുന്ന സമൂഹം, ജോലി സ്ഥലം, നമ്മൾ ആയിരിക്കുന്ന എല്ലാ മേഖലയിലും എല്ലാവരോടും സമാധാനം ആചരിക്കണം. നിങ്ങളെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം. അതിലൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. നിങ്ങളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് നിങ്ങളെ ഒന്ന് എഴുന്നേൽപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് മാറി നിൽക്കാൻ പറയുമ്പോൾ, മുതിർന്നു വരുമ്പോൾ ആ സീറ്റ് നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കയ്പുള്ള വേരുമുളച്ച് ദൈവകൃപ വിട്ട് പിന്മാറി നമ്മുടെ ശുദ്ധീകരണത്തിന് നഷ്ടപ്പെട്ടുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നാം ഏത് മേഖലയിലൂടെ യാത്ര ചെയ്താലും പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ ആമീൻ നിനക്ക് നേരെ ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം യാത്ര ചെയ്യുവാൻ. അങ്ങനെ യാത്ര ചെയ്യുന്നെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് നിന്ന് ശുദ്ധീകരണത്തോടെ കടന്നു പോകാൻ കഴിയും. ഇവിടെ 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം, അല്ലേലൂയ, ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ രാഷ്ട്രീയക്കാരുടെ ഇഷ്ടമല്ല, മതത്തിന്റെ ഇഷ്ടമല്ല, മത നേതാക്കന്മാരുടെ ഇഷ്ടമല്ല, സംഘടനയുടെ ഇഷ്ടമല്ല, ആമീൻ കൂട്ടുകുടുംബത്തിലുള്ള ഇഷ്ടമല്ല, ലോകക്കാരുടെ ഇഷ്ടമല്ല നമ്മൾ തിരിച്ചറിയേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? എന്നെക്കുറിച്ച്, നിന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്. സഹോദര സഹോദരി, നിന്നെ കുറിച്ചുള്ള ദൈവിക ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നിനക്ക് കയ്പുള്ള വേരുകൾ നിന്റെ ഹൃദയത്തിനകത്ത് മുളയ്ക്കാതെ എല്ലാവരോടും സമാധാനം ആചരിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഭവനമാണോ, ഭവനത്തിനകത്ത് പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. കുടുംബമാണ്, കുടുംബത്തിൽ പ്രശ്നമുണ്ട്, സമൂഹത്തിൽ പ്രശ്നമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും. ശത്രു പല തന്ത്രങ്ങൾ മെനയും. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത് ഹല്ലേലൂയ, ദുർനടപ്പ് പാടില്ലെന്ന് പൗലോസ് നിർബന്ധിക്കാൻ കാരണം വിശ്വാസിയുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. അപ്പം വിശ്വാസിയുടെ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമായി ദൈവം തെരഞ്ഞെടുത്തിട്ട് ദൈവത്തിന്റെ ആത്മാവിന് നമ്മൾ വസിക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവിൽ നമ്മളിൽ വാസം ചെയ്യാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തതാണ് നമ്മുടെ ശരീരമാകുന്ന മന്ദിരം. ഇപ്പൊ നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിനകത്ത് എല്ലാവരോടും സമാധാനം ആചരിക്കാൻ കഴിയണം. ആരോടും പകവിദ്വേഷം വെച്ചുകൊണ്ടിരിക്കരുത്, ആരോടും വൈരാഗ്യം വെച്ചുകൊണ്ട്
ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതികാര മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളെപ്പോഴും ശുദ്ധീകരണത്തോടെ ഇരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഉയർച്ചയിലേക്ക് പോകാൻ കഴിയുള്ളൂ. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരെ ആസന്നമായിരിക്കുമ്പോൾ കർത്താവിനോട് എടുക്കപ്പെട്ട നിത്യമായ രാജ്യത്തിലെത്തണമെങ്കിൽ നാം ഇവിടെ സമാധാനം ആചരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധീകരണം നഷ്ടപ്പെടുത്തി കളയരുത്. ജീവിതം എന്ന് പറയുന്നതൊക്കെ താൽക്കാലികമാണ്. അല്ലെങ്കിൽ നമ്മൾ ആരും ഇവിടുത്തെ സ്ഥിരവാസക്കാരല്ല, സ്ഥിരം ജീവിതക്കാരല്ല. നമ്മളിവിടെ മാറി കൊടുത്തേ പറ്റുള്ളൂ, ഈ കൂടാരം ഒഴിഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ നീ നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ മന്ദിരത്തിൽ വസിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ വേണ്ടി നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നീ വിട്ടുകൊടുക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. യേശു ക്രിസ്തു തന്നെ തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതെന്താണ്? ശത്രുക്കളെ സ്നേഹിക്കുക. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, സഹോദര സഹോദരി, യുവതിയുവാക്കന്മാരോട് പറയട്ടെ, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം. ഹല്ലേലൂയ. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രക്തം ചെയ്യാം. അതുകൊണ്ട് മാത്രമേ നിന്റെ ഹൃദയത്തിനകത്ത് സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ സമാധാനമില്ലാത്ത ജീവിതമാണ്. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. സമാധാനം എവിടെ കിട്ടും? ആ ഒരു സമാധാനം വാക്ക് പറയും, സമാധാന സന്ദേശം എവിടെ കിട്ടും? ഒരാശ്വാസത്തിന്റെ വാക്കുകൾ പോലും കേൾക്കാതെ എപ്പോഴും കുറ്റപ്പെടുത്തലുകളും പഴികളും ദുഷികളും നിന്ദകളും അപമാനങ്ങളും ഒക്കെ നിറയപ്പെട്ട ഈ ജീവിത സാഹചര്യത്തിൽ നിന്റെ സമാധാനം കെടുത്തുവാൻ സാത്താൻ പല പദ്ധതികൾ ഒരുക്കും. ഹല്ലേലൂയ. അതിന്റെ നടുവിലും ദൈവത്തിന്റെ വചനം പറയുക, എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ ജീവിതം സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത അനുഭവത്തിലൂടെ നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോയി നിന്നെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, റോമലേഖനം 12:2 പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപരായിത്തീരാതെ, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കണം. ഹല്ലേലൂയ. നന്മയും പ്രസാദം പൂർണ്ണ ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും ഈ ഭൂമി ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപരായി മാറരുത്. ഈ ലോകത്തോട് അനുരൂപപ്പെട്ടാൽ നമ്മുടെ ജീവിതം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നെങ്കിൽ മാത്രമേ നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുള്ളൂ. എപ്പോഴും നിങ്ങൾക്കെതിരെ പ്രതികൂലത്തിന്റെ വാക്കുകൾ, ശത്രുയുടെ വാക്കുകൾ കടന്നു വെക്കാം. നിങ്ങളുടെ ജോലി സ്ഥലം, നീ ഇരിക്കുന്ന ഓഫീസ്, ഹല്ലേലൂയ, നിനക്ക് മുകളിലുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാർ എല്ലാം നിന്നെ ഒരുപക്ഷെ പഴിച്ചു, ദുഷിച്ചു, നിന്ദിച്ചേക്കാം എന്നൊക്കെ വന്നേക്കാം. നിന്നെ ഏതെങ്കിലും വിധത്തിൽ താളടിയാക്കി മാറ്റുവാൻ വേണ്ടി നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ഭർത്താവ് നിനക്കെതിരെ ഉച്ചരിച്ചേക്കാം, നിന്റെ ഭാര്യ സഹോദരൻ നിനക്കെതിരെ ഉച്ചരിച്ചേക്കാം, നിന്റെ മക്കൾ നിനക്ക് പ്രതികൂലമായേക്കാം. നിന്റെ ഭവനത്തിലും നിന്റെ ദേശത്തിനും സഭയിൽ പോലും നിന്നെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നീ ചിന്തിക്കേണ്ടത്, നിന്റെ സമാധാനം കെടുത്തിക്കളയാതെ എല്ലാവരോടും സമാധാനം ആചരിക്കാൻ കഴിയണം. അപ്പൊ എല്ലാവരോടും സമാധാനം ആചരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ദൈവകൃപ ആവശ്യമാണ്. ദൈവകൃപ. പൗലോസിന്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. താൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ തന്റെ ജീവിതത്തിൽ എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ, ശുദ്ധീകരണം പ്രാപിപ്പാൻ, ദൈവത്തെ കാണുവാൻ, ദൈവത്തോട് അടുത്ത് വസിക്കുവാൻ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുവാൻ ഒക്കെ പൗലോസിന് കഴിഞ്ഞു എന്ന് പറയുന്നത് പൗലോസിന്റെ ഹൃദയത്തിൽ വലിയൊരു ശുദ്ധീകരണം നടന്നു. എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ കഴിഞ്ഞു. ആ ഭക്തൻ കടന്നുപോയ അനേക സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഹല്ലേലൂയ എബ്രായ വിശ്വാസികൾക്ക് ഈ വചനം കൈമാറുന്നത്. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനങ്ങൾ പറയുമ്പോൾ നിന്റെ ജീവിതത്തെ തകർക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ, സാത്താന്യ ശക്തികൾ നിന്റെ കുടുംബത്തെ, ജീവിതത്തെ തകർക്കുന്ന, നിന്റെ നന്മയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന, ഉയരുവാൻ കഴിയാതെ, ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ ജീവിതം തകർച്ചയുടെ നടുവിലേക്ക് കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ മടങ്ങി വന്ന് എല്ലാവരോടും സമാധാനം ആചരിക്കുവാൻ നിനക്ക് കഴിയുന്നെങ്കിൽ നിന്റെ ജീവിതം വിജയിക്കും. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. എല്ലാവരോടും സമാധാനമായി ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിച്ചുകൊണ്ട് കർത്താവ് ആരും മല്ലപ്പെട്ടോ ദൈവകൃപയിൽ ജീവിപ്പാൻ എല്ലാവരും ദൈവക്കണമേ. ആരും നഷ്ടപ്പെടുമ്പോഴേ സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മഹത്വവും കിടക്കണമേ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.